ഹായ് പ്രിയപ്പെട്ടവരെ, അസ്സാം വലൈക്കും. എല്ലാവർക്കും നമസ്കാരം നേരുകയാണ്. ഞാൻ ഈ വീഡിയോയിൽ വന്നിട്ടുള്ളത് ഏറ്റവും ജീവിതത്തിൽ സന്തോഷ നിമിഷങ്ങളിലൂടെ കടന്നു പോകുന്ന ഒരു മുസ്ലിം ലീഗ് പ്രവർത്തകൻ എന്നുള്ള നിലക്കാണ്. നീണ്ട 3 പതിറ്റാണ്ടോളമായി സംഘടനാ സംവിധാനത്തിൽ പ്രവർത്തിക്കുന്ന ഒരു എളിയ പ്രവർത്തകൻ എന്നുള്ള നിലക്ക് ഏറ്റവും സന്തോഷകരമായ ഒരു വർഷമായിരുന്നു 2025. 2025 അവസാനത്തോടെ നടന്ന നമ്മുടെ ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് ഓരോ മുസ്ലിം ലീഗുകാരനും അഭിമാന നിമിഷങ്ങൾ കൊണ്ട് ആനന്ദം അറിയിക്കുന്ന ദിവസങ്ങളിലായിരുന്നു നമ്മളുടെയൊക്കെ കടന്നുപോക്ക്. ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പുമായൊക്കെ ബന്ധപ്പെട്ട് ഒരു എളിയ സംഘാടകൻ എന്നുള്ള നിലക്ക് സ്വതന്ത്ര തൊഴിലാളി യൂണിയൻ STUവിൻ്റെ കേരള കർഷക തൊഴിലാളി ഫെഡറേഷൻ STUവിൻ്റെ സംസ്ഥാന സെക്രട്ടറി എന്നുള്ള നിലക്ക് ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ പല ഭാഗങ്ങളിലുമൊക്കെ നമുക്ക് പ്രചരണത്തിൽ എത്തിപ്പെടാനും പങ്കെടുക്കാനും പല കവലപ്രസംഗങ്ങൾ നടത്താനൊക്കെ സാധിച്ചു എന്നത് ആത്മാഭിമാനമാണ്. കാരണം നമ്മുടെ പ്രസ്ഥാനത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു എളിയ പ്രവർത്തകൻ എന്നുള്ള നിലക്ക്, ഒരു സംഘാടകൻ എന്നുള്ള നിലക്ക് പാർട്ടി അതല്ലെങ്കിൽ നമ്മുടെ നേതൃത്വം, നമ്മുടെ പ്രിയപ്പെട്ട നേതാക്കൾ ആവശ്യപ്പെടുന്നിടത്തും അതുപോലെ തന്നെ നമ്മുടെ ഏറ്റവും എത്തിപ്പെടാൻ കഴിയുന്ന ഭാഗങ്ങളിലൊക്കെ ഈ ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് സാന്നിധ്യം അറിയിക്കാൻ കഴിഞ്ഞു എന്നത് വളരെ ആത്മാഭിമാനത്തോടെയാണ് ഞാനത് ഓർക്കുന്നത്. ഏതായാലും 3 പതിറ്റാണ്ടോളമായി സംഘടനാ സംവിധാനത്തിൽ പ്രവർത്തിക്കുന്ന ഒരു വ്യക്തി എന്നുള്ള നിലക്ക് ഏറ്റവും ശ്രദ്ധേയമായ ഒരു വിജയം തന്നെയാണ് ഈ 2025 അവസാനത്തോടെ മുസ്ലിം ലീഗിനും അതുപോലെ തന്നെ UDFനും സമ്മാനിച്ചത് എന്നുള്ളത് നമുക്ക് പറയാതിരിക്കാൻ കഴിയില്ല. 2026 ഏറ്റവും ശ്രദ്ധേയമായി നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്നൊരു കാലഘട്ടമാണ്. അപ്പോൾ ഈ ഒരു തെരഞ്ഞെടുപ്പിൻ്റെ ഈ ഒരു വിജയഗാഥ, ത്രിതല പഞ്ചായത്തിൽ ലഭിച്ച തെരഞ്ഞെടുപ്പിൻ്റെ ഒരു വിജയഗാഥ അത് നിയമസഭാ തെരഞ്ഞെടുപ്പിലും അതിൻ്റെ ആ ഒരു അലയിലുണ്ടാകുമെന്ന കാര്യത്തിൽ തർക്കമില്ല. UDF വൻ ഭൂരിപക്ഷത്തോടെ തന്നെ തിരിച്ചു വരുമെന്നുള്ളത് ഏതൊരു UDF പ്രവർത്തകനും ആത്മവിശ്വാസത്തോടെയാണ് നമ്മളൊക്കെ പ്രതീക്ഷിക്കുന്നത്. ഏതായാലും ഞാൻ ഒരു എളിയ പ്രവർത്തകൻ എന്നുള്ള നിലക്കാണ് ഞാൻ ഈ വിലയിരുത്തൽ നടത്തുന്നത്. UDF തൂക്കി എന്ന തലക്കെട്ടിലൊക്കെയാണ് ചന്ദ്രിക ദിനപത്രമൊക്കെ നമുക്ക് മുന്നിലെത്തിയത്. 4 കോർപ്പറേഷനും 7 ജില്ലാ പഞ്ചായത്തും 500-ലേറെ പഞ്ചായത്തും UDF അധികമായി പിടിച്ചത് 3318 വാർഡുകൾ. പ്രതീക്ഷയ്ക്ക് അപ്പുറമുള്ള വിജയമെന്ന് സാദിഖ് അലി തങ്ങൾ ഈ സമയത്ത് പറഞ്ഞത് നമ്മൾ ഓർക്കുകയാണ്. UDFന് ഇത്രയും വലിയ വിജയം സമ്മാനിച്ച വോട്ടർമാർക്ക് നന്ദി പറയുന്നുവെന്ന് മുസ്ലിം ലീഗ് സംസ്ഥാന പ്രസിഡന്റ് സയ്യിദ് സ്വാദിഖ് അലി ശിഹാബ് തങ്ങൾ. പ്രതീക്ഷയ്ക്കപ്പുറമുള്ള വിജയമാണിത്. സംസ്ഥാനത്തെ ഭരണവിരുദ്ധ വികാരം ആഞ്ഞടിച്ച തിരഞ്ഞെടുപ്പാണിത്. ശബരിമല സ്വർണം കൊള്ളയടിച്ച, വിലക്കയറ്റത്തിലൂടെ ജനങ്ങളുടെ വയറ്റത്തടിച്ച, വൈദ്യുതി നിരക്കും വെള്ളക്കരവും കെട്ടിട പെർമിറ്റ് ഫീസും വർദ്ധിപ്പിച്ച, ആരോഗ്യരംഗം തകർത്ത, വിദ്യാഭ്യാസ മേഖലയിൽ വർഗീയ അജണ്ട നടപ്പാക്കാൻ ശ്രമിച്ച, ലേബർ കോഡ് നടപ്പിലാക്കാൻ വിജ്ഞാപനമിറക്കിയ ഭരണകൂടത്തിന് ശക്തമായ തിരിച്ചടിയാണ് ജനം നൽകിയത്. അധികാര കൈമാറ്റം അനിവാര്യമാണെന്ന് ഫലം നൽകുന്ന സൂചന. സെമി ഫൈനലിൽ വിജയിച്ചുവെന്നും ഫൈനലിലും വിജയം ആവർത്തിക്കുമെന്നും പ്രിയപ്പെട്ട സയ്യിദ് സ്വാദിഖ് അലി ശിഹാബ് തങ്ങൾ പറഞ്ഞു. ഈ പ്രിയപ്പെട്ട തങ്ങളുടെ വാക്കിൽ എല്ലാം ഒതുങ്ങിയിട്ടുണ്ട്. നമ്മൾ കൂടുതൽ ആ ഒരു രാഷ്ട്രീയ ഈ ഒരു തെരഞ്ഞെടുപ്പിൽ UDFനുണ്ടായ വിജയത്തിൻ്റെ ആ ഒരു ഇതോടനുബന്ധിച്ച് ആ വിജയത്തിൽ എത്രത്തോളം ജനങ്ങൾ സാധാരണക്കാർ ബുദ്ധിമുട്ടി യാതനകൾ അനുഭവിച്ചു എന്നുള്ളത് തങ്ങളുടെ കുറഞ്ഞ വാക്കുകളിൽ നമുക്കത് പോയിന്റുകൾ കൃത്യമായി തന്നെ തങ്ങൾ സൂചിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ എന്താണ് UDFൻ്റെ ഈ ഒരു തിരിച്ചുവരവ് എന്നുള്ളത് കൃത്യമായി തന്നെ തങ്ങളുടെ വാക്കുകളിൽ നമുക്ക് കൃത്യമായി മനസ്സിലാവും. നമുക്ക് സീറ്റ് നില ഒന്ന് പരിശോധിക്കാം. ഗ്രാമപഞ്ചായത്തിലെ ആകെ 941 ഗ്രാമപഞ്ചായത്താണ് നിലവിലുള്ളത്. അത് UDFന് 505 പഞ്ചായത്തിൽ വിജയിക്കാനായി, LDFന് 340 പഞ്ചായത്തിൽ, അതുപോലെ തന്നെ NDA 26, മറ്റുള്ളവർ 6 എന്ന നിലയിലാണ് നിൽക്കുന്നത്. അതോടൊപ്പം തന്നെ ബ്ലോക്ക് പഞ്ചായത്തിൽ ആകെ 152 ബ്ലോക്ക് പഞ്ചായത്തുകളാണുള്ളത്. അത് UDF 79 എടുത്ത്,
LDF 63, NDA 0, അതുപോലെ തന്നെ മറ്റുള്ളവരും 0. ജില്ലാ പഞ്ചായത്ത് ആകെ 14, UDF 7, LDF 7, മറ്റുള്ളവരില്ല. അതുപോലെ തന്നെ നഗരസഭകൾ ആകെ 87, UDF 54, LDF 28, NDA 2, മറ്റുള്ളവർ 1. കോർപ്പറേഷന് ആകെ 6, LDF 4, കോർപ്പറേഷൻ ആകെ 6, UDF 4, LDF 1, NDA 1 എന്ന രീതിയിലാണ് നിലവിൽ നമ്മൾ ഒരു മൊത്തത്തിൽ ഒന്ന് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത്. അതിൻ്റെ ഒരു കണക്ക് പത്ര റിപ്പോർട്ടറാണ് ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ വെച്ചുകൊണ്ട് സംസാരിക്കുന്നത്. അതിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധേയമായി ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ വിജയത്തേരിലേറി മുസ്ലിം ലീഗ് എന്ന തലക്കെട്ടിൽ വന്ന റിപ്പോർട്ട്. മുസ്ലിം ലീഗിൻ്റെ നേട്ടം ഗ്രാമപഞ്ചായത്ത് വാർഡുകളിൽ 1980 വാർഡുകൾ, ഗ്രാമപഞ്ചായത്തിൻ്റെ വാർഡുകൾ, ബ്ലോക്ക് പഞ്ചായത്ത് ഡിവിഷന് 269, ജില്ലാ പഞ്ചായത്ത് 50, മുനിസിപ്പൽ വാർഡുകൾ 510, കോർപ്പറേഷൻ വാർഡുകൾ 34, ആകെ 2843 എന്ന ഒരു വലിയൊരു സംഖ്യയിലേക്കാണ് മുസ്ലിം ലീഗ് ഈ ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ എത്തിയത്. നേരത്തെ സൂചിപ്പിച്ച കൃത്യമായി തന്നെ അതിൻ്റെ കണക്ക് ഞാൻ ഒന്നുകൂടി സൂചിപ്പിക്കാം. ഗ്രാമപഞ്ചായത്ത് മെമ്പർമാർ 1980, ബ്ലോക്ക് പഞ്ചായത്ത് ഡിവിഷനിൽ നിന്ന് ജയിച്ച മെമ്പർമാർ 269, ജില്ലാ പഞ്ചായത്ത് ഡിവിഷനിൽ നിന്ന് ജയിച്ചത് 50, മുനിസിപ്പൽ വാർഡുകളിൽ 510, കോർപ്പറേഷൻ വാർഡുകൾ 34, ആകെ 2843 എന്ന ഒരു നിലയിലേക്ക് മുസ്ലിം ലീഗിൻ്റെ കുതിച്ചുചാട്ടം നടത്തി എന്നുള്ളതാണ് പത്ര റിപ്പോർട്ടിൽ കൃത്യമായി തന്നെ സൂചിപ്പിച്ചിട്ടുള്ളത്. പിന്നെ ഞാനൊരു പെരിന്തൽമണ്ണക്കാരൻ എന്നുള്ള നിലക്ക് എനിക്ക് വളരെ അഭിമാനത്തോടെ പറയാം, ഈ പെരിന്തൽമണ്ണ നിയമസഭാ മണ്ഡലം രൂപീകരിച്ചിട്ട് ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഈ ഒരു തെരഞ്ഞെടുപ്പിൽ 6 പഞ്ചായത്തും മുനിസിപ്പാലിറ്റിയും UDFൻ്റെ കൈകളിലെത്തുന്നത്. അതിൽ എടുത്തു പറയാവുന്നത് എന്ന് പറയുമ്പോൾ പെരിന്തൽമണ്ണ മുനിസിപ്പാലിറ്റി 30 വർഷമായി 3 പതിറ്റാണ്ടോളമായി മുനിസിപ്പാലിറ്റി രൂപീകരിച്ചിട്ട് ഇതുവരെ അത് ഇടതുപക്ഷത്തിൻ്റെ കയ്യിൽ നിന്നും നഷ്ടപ്പെട്ടില്ല. ഈ പ്രാവശ്യം UDFൻ്റെ കയ്യിൽ തിരിച്ചെത്തി എന്ന് പറയുമ്പോൾ ഏറ്റവും വലിയ വിജയം എൻ്റെ നിയോജക മണ്ഡലത്തിൽ എടുത്തു പറയാവുന്നത് പെരിന്തൽമണ്ണ മുനിസിപ്പാലിറ്റി തന്നെയാണ്. അതോടൊപ്പം തന്നെ ഞാനടക്കമുള്ള താഴേക്കോട് ഗ്രാമപഞ്ചായത്തും അതുപോലെ തന്നെ പിന്നെ പുലാമന്തോളും ഏലംകുളവും വെട്ടത്തൂരും മേലാറ്റൂരും അടങ്ങുന്ന ആ 6 പഞ്ചായത്തും അതുപോലെ തന്നെ മുനിസിപ്പാലിറ്റിയും കൃത്യമായി അത് UDFൻ്റെ കൈകളിലെത്തി എന്നുള്ളത് അഭിമാനത്തോടെ ഞാനൊരു പെരിന്തൽമണ്ണക്കാരൻ എന്നുള്ള നിലക്ക് എനിക്കത് അഭിമാനത്തോടെ പറയാൻ കഴിയും. അതിൽ ഏറ്റവും ശ്രദ്ധേയമായത് ഈ ഒരു UDFൻ്റെ തേരോട്ടം ഈ തെരഞ്ഞെടുപ്പിൽ ഉടനീളം ഉണ്ടായിട്ടുണ്ട്. ഓരോ ഭാഗത്തും വിജയത്തിൻ്റെ തോത് വർദ്ധിപ്പിക്കാൻ അവിടങ്ങളിലൊക്കെ പല ഫാക്ടറികളും ഉണ്ടായിട്ടുണ്ടാവും. പക്ഷേ ഞങ്ങൾ പെരിന്തൽമണ്ണക്കാരുടെ അഭിമാനം എന്ന് പറയുമ്പോൾ പ്രിയങ്കരനായ നജീബ് കാന്തപുരം MLA ആ ഒരു മികവുറ്റ കൃത്യമായി തന്നെ ഏറ്റവും ശ്രദ്ധേയമായി അദ്ദേഹത്തിൻ്റെ ഒരു പ്രവർത്തനം പെരിന്തൽമണ്ണ നിയോജകമണ്ഡലത്തിൽ ഉടനീളം അദ്ദേഹം നടത്തിയതിൻ്റെ ശ്രമഫലമായി തന്നെ പെരിന്തൽമണ്ണയിലെ സൂപ്പർ സ്റ്റാർ ബഹുമാന്യനായ നജീബ് കാന്തപുരം MLA ആണ് എന്നതിൽ യാതൊരുവിധ തർക്കവുമില്ല. വളരെ കൃത്യമായി തന്നെ ചരിത്രത്തിൽ ഇന്നുവരെ ഇല്ലാത്ത ചരിത്രത്തിൽ ആദ്യമായി പെരിന്തൽമണ്ണ നിയോജക മണ്ഡലത്തിലെ 6 പഞ്ചായത്തും മുനിസിപ്പാലിറ്റിയും പിടിച്ചൊരു കാലഘട്ടമാണ് ഈ 2025 എന്നുള്ളത്. അതിന് ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്നത് പ്രിയപ്പെട്ട നജീബ് കാന്തപുരം MLA തന്നെയാണ്. അതോടൊപ്പം തന്നെ ഞാൻ എടുത്തു പറയുന്നത് ഇതൊക്കെ ഈ വിജയത്തിലെത്തിക്കുന്നതൊക്കെ ഓരോ വോട്ടർമാരുടെയും വോട്ടിൻ്റെ ആ ഒരു പിൻബലം ഉണ്ടായതുകൊണ്ട് തന്നെയാണ്. കൃത്യമായും വോട്ടർമാർ UDFനെ വിശ്വസിച്ചുകൊണ്ട് വോട്ട് ചെയ്തു എന്നുള്ളതാണ് ഈ സമയത്ത് നമുക്ക് പറയാനുള്ളത്. ഏതായാലും കൃത്യമായി തന്നെ അതുപോലെ തന്നെ UDFൻ്റെ പെരിന്തൽമണ്ണ നിയോജക മണ്ഡലം കമ്മിറ്റി, അതുപോലെ തന്നെ പഞ്ചായത്ത് മുനിസിപ്പൽ തല കമ്മിറ്റികൾ, അതുപോലെ തന്നെ പാർട്ടികളുടെ ഒക്കെ കമ്മിറ്റികളെ ഒക്കെ പ്രശംസിക്കാൻ കൂടി ഈ സമയത്ത് അഭിമാനത്തോടെ ഞാൻ മെനക്കെടുകയാണ്. കാരണം കൃത്യമായി തന്നെ പെരിന്തൽമണ്ണയിൽ വലിയൊരു തേരോട്ടം ഉണ്ടാക്കാൻ സാധിച്ചു എന്നത് എടുത്തു പറയാതിരിക്കാൻ കഴിയില്ല. ഓരോന്നിങ്ങനെ എടുത്ത് പറയുമ്പോൾ തന്നെ അത് നമ്മൾ ഓരോ വിഷയങ്ങളും പുളിക്കൽ പഞ്ചായത്തിൽ UDF ഭരണം തിരിച്ചുപിടിച്ചു, താനാലൂരിൽ LDFൻ്റെ കുത്തക തകർത്തു,
വള്ളിക്കുന്നിൽ പഞ്ചായത്ത് ഭരണം തിരിച്ചുപിടിച്ച് UDF. നിലമ്പൂർ നഗരസഭയിലും 7 പഞ്ചായത്തുകളിലും ചരിത്ര വിജയം. അതുപോലെ തന്നെ താഴേക്കോട് പഞ്ചായത്തിന് UDF ഭരിക്കും. അഴിമതി ഭരണം തകർത്തടിഞ്ഞു. കരുവാരകുണ്ടിൽ ഇനി വസന്തകാലം. തൃപ്പലങ്ങോട് UDFന്റെ ജാജകീയ തിരിച്ചുവരവ്. ആലങ്കോട് UDFന്റെ ഗംഭീര തിരിച്ചുവരവ്. ചങ്ങരംകുളം ജില്ലാ പഞ്ചായത്ത് ഡിവിഷൻ UDF പിടിച്ചെടുത്തു. തിരൂർ നഗരസഭയിലും UDF ആധിപത്യം. അങ്ങനെ ഓരോരോ തലക്കെട്ടുകൾ, പത്ര റിപ്പോർട്ടിൻ്റെ തലക്കെട്ടുകളാണ് ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ എത്തിക്കുന്നത്. ഏതായാലും അതുപോലെ തന്നെ പഞ്ചായത്തുകൾ തൂത്തുവാരി UDF എന്ന തലക്കെട്ടിൽ വന്നിട്ടുള്ളത്. 505 പഞ്ചായത്തുകളിൽ UDF ഭരണം. പിടിച്ചെടുത്ത പഞ്ചായത്തുകൾ 128 പഞ്ചായത്തുകൾ UDF പിടിച്ചെടുത്തു. അധികമായി ലഭിച്ചത് 2321 വാർഡുകളാണ് UDFന് അധികമായി പഞ്ചായത്ത് തലങ്ങളിൽ ലഭിച്ചത്. അതിൽ ബ്ലോക്കായി ഇടതുമുന്നണി എന്ന തലക്കെട്ടിൽ 7 ജില്ലകളിലെ ബ്ലോക്കുകളിൽ UDFന് ആധിപത്യം. പിടിച്ചെടുത്തത് 41 ബ്ലോക്ക് പഞ്ചായത്തുകൾ. 2267 ഡിവിഷനുകളിൽ 1241 UDF നേടി. ഇടതുമുന്നണിക്ക് നഷ്ടപ്പെട്ടത് 326 ഡിവിഷനുകളാണ്. അതിൽ ഇടതു ദുർഭരണം ജനത്തിന് മടുത്തു എന്ന് ചെന്നിത്തല. ജനം സർക്കാരിനെ നിർത്തിപ്പൊരിച്ചു എന്ന തലക്കെട്ടിലെ ഷാഫി പറമ്പിൽ. ബഹുമാനായ മുസ്ലിം ലീഗിൻ്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി പ്രിയപ്പെട്ട PMA സലാം സാഹിബിൻ്റെ വാക്കുകൾ ജനാധിപത്യ കേരളമേ നന്ദി എന്ന തലക്കെട്ടിലാണ്. കേരള മനസ്സ് മതേതരമെന്ന് PK കുഞ്ഞാലിക്കുട്ടി സാഹിബ്. കേരള മനസ്സ് മതേതരമെന്നത് തെളിഞ്ഞു എന്ന് കുഞ്ഞാലിക്കുട്ടി സാഹിബ്. ഭരണവിരുദ്ധ വികാരം ആഞ്ഞടിച്ചു ET. പ്രബുദ്ധമായ വിധിയെഴുത്ത് MP അബ്ദുസമദ് സമദാനി. പ്രതിഫലിച്ചത് ജനവികാരം P അബ്ദുൽ വഹാബ് സാഹിബ്. CPM ദാശ്യത്തിനേറ്റ തിരിച്ചടി KM ഷാജി. ജനം കാത്തിരുന്നെഴുതിയ വിധി മുനവറലി തങ്ങൾ. വർഗീയത ആളിക്കത്തിച്ച് CPM BJPയെ സഹായിച്ചു ഡോക്ടർ MK മുനീർ. ജനദ്രോഹ ഭരണത്തിനുള്ള മറുപടി KP മജീദ്. അങ്ങനെ പല തലക്കെട്ടിലും വന്ന അന്നത്തെ ആ റിപ്പോർട്ടാണ് ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ എത്തിച്ചത്. ജനം പറഞ്ഞു എന്ന തലക്കെട്ടിൽ, ജനം പറഞ്ഞു കടക്ക് പുറത്ത് എന്ന തലക്കെട്ടിൽ വന്നിട്ടുള്ളത്. തിരുവനന്തപുരത്ത് താമരക്ക് വളമിട്ടത് ആര്യ രാജേന്ദ്രൻ എന്ന തലക്കെട്ടിൽ വന്നിട്ടുള്ള റിപ്പോർട്ട്. അതുപോലെ തന്നെ കൊല്ലത്ത് LDF കോട്ടയിൽ വൻ വിള്ളൽ. മലപ്പുറത്തെ UDF സർവാധിപത്യം. ആലപ്പുഴയിലെ ഇടത് കോട്ടകൾ തകർന്നടിഞ്ഞു. മുസ്ലിം ലീഗിന് ചരിത്ര വിജയം. ഇടുക്കിയിലെ UDF സർവാധിപത്യം. ഇടുക്കിയിൽ മുസ്ലിം ലീഗിന് ചരിത്ര വിജയം. കോട്ടയം UDF കോട്ടയായി തിരിച്ചുപിടിച്ചു. കണ്ണൂരിൽ ഹൃദയം തകർന്ന് ഇടത്. പത്തനംതിട്ടയിൽ LDFന് പണി പാളി. കോഴിക്കോട്ടെ UDF ആധിപത്യം. പാലക്കാട്ടെ ഇടത് കോട്ടകൾ പൊടിച്ചടുക്കി. തൃശ്ശൂരിൽ UDFന് മുന്നേറ്റം. കാസർഗോഡ് ജില്ലയിൽ UDF അജയ്യം. വയനാട്ടിൽ UDF തുടരും. കോഴിക്കോട് UDF ആധിപത്യം എന്ന തലക്കെട്ടിലെ ജില്ലാ പഞ്ചായത്തും 4 നഗരസഭകളും UDFന്. കോർപ്പറേഷനിൽ തൂക്കുസഭ. LDF വലിയ കക്ഷി. 70-ൽ 39 പഞ്ചായത്തുകൾ UDFന്. LDFന് 27. ഇതൊക്കെയാണ് അന്നത്തെ ആ റിപ്പോർട്ടിലെ തലക്കെട്ടുകൾ. നമ്മളെ ഈ ത്രിതല പഞ്ചായത്തിൻ്റെ ഒരു വിലയിരുത്തൽ നടത്തുമ്പോൾ ഏകദേശം നമുക്ക് മനസ്സിലായത് വർഗീയതയെ തല്ലിയുടച്ച ജയം എന്ന തലക്കെട്ടിൽ അന്ന് ചന്ദ്രികയിൽ വന്ന റിപ്പോർട്ട്. എല്ലാം കൊണ്ടും ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിനെ കുറിച്ചിട്ടുള്ള ഒരു വിലയിരുത്തൽ നമ്മൾ നടത്തുമ്പോൾ കൃത്യമായി എല്ലാം ഒന്ന് വിലയിരുത്തണം എന്നുള്ള നിലക്കാണ് പറയുന്നത്. മഹാവിജയം എന്ന തലക്കെട്ടിൽ പ്രിയപ്പെട്ട അഡ്വക്കേറ്റ് ഷിബു മീരാൻ, ദേശീയ ഓർഗനൈസിംഗ് സെക്രട്ടറി മുസ്ലിം യൂത്ത് ലീഗിൻ്റെ. പെൻഷൻ വർധനവ്, അതിദാരിദ്ര്യമുക്ത കേരളം, ആഗോള അയ്യപ്പ സംഗമം, പച്ചനുണകൾ പറഞ്ഞവർ, നേരാക്കാൻ സർക്കാർ സംവിധാനങ്ങൾ, സാംസ്കാരിക കൂലിയെഴുത്തുകാർ, പിന്നെ പാർട്ടി ചാനലിനേക്കാൾ ഉത്സാഹത്തോടെ കേരളത്തിലെ ചില പിണറായി ഭക്ത മാധ്യമങ്ങളും. എല്ലാം കൊണ്ടും പിണറായി 3 ലോഡിംഗ് ഉറപ്പിച്ചാണ് ഇടതുപക്ഷം തിരഞ്ഞെടുപ്പിനിറങ്ങിയത്. പക്ഷേ ഇത് കേരളമാണ് എന്നാണ് പ്രിയപ്പെട്ട ഷിബു മീരാൻ്റെ വാക്കുകൾ.
ശബരിമലയിൽ കാലിടറി എന്ന തലക്കെട്ടിൽ വന്നിട്ടുണ്ട്. ശബരിമലയിൽ കാലിടറി CPM എന്ന തലക്കെട്ടിൽ വന്നിട്ടുള്ളത്. പ്രിയപ്പെട്ട പാണക്കാട് തങ്ങളും സെയ്ദ് മുനവർ അലി ശിഹാബ് തങ്ങളും ആ വിജയം ആഘോഷിക്കുന്ന ആ ഫോട്ടോസ് അടക്കമുള്ള റിപ്പോർട്ട് ഒക്കെ നമുക്ക് കാണാൻ കഴിഞ്ഞു. ഐക്യ കേരളം തദ്ദേശ തെരഞ്ഞെടുപ്പിൽ UDFന് സമഗ്രാധിപത്യം എന്ന തലക്കെട്ടിലാണ് വന്നിട്ടുള്ളത്. 6ൽ 4 കോർപ്പറേഷനുകളിലും UDF. 2020 അത് ഒരിടത്ത് മാത്രമാണ് കോർപ്പറേഷനിൽ ഉണ്ടായിരുന്നത്. അതിൽ 6ൽ 4 കോർപ്പറേഷനിലും UDF വന്നു. മുനിസിപ്പാലിറ്റിയിൽ 54, 2020 അത് 41 ആയിരുന്നു. ബ്ലോക്ക് പഞ്ചായത്ത് 79, അത് 2020 38 ആയിരുന്നു. ജില്ലാ പഞ്ചായത്ത് 7, അതിൽ 2020 3 മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. ഗ്രാമപഞ്ചായത്ത് 505, 2020 321 മാത്രമാണ് അന്നുണ്ടായിരുന്നത്. മലപ്പുറം UDF കോട്ട. ജില്ലാ പഞ്ചായത്തിൽ ഇടത് വട്ടപൂജ്യമായി 26 സ്ഥാനാർത്ഥികൾക്ക് 10,000-ന് മുകളിൽ ഭൂരിപക്ഷം. മലപ്പുറം ജില്ലാ പഞ്ചായത്തിൽ ലഭിച്ച സർവാധിപത്യത്തെക്കുറിച്ചാണ് ഈ പറഞ്ഞത്. ജില്ലാ പഞ്ചായത്തിൽ ഇടത് വട്ടപൂജ്യമായി 26 സ്ഥാനാർത്ഥികൾക്ക് 10,000-ന് മുകളിൽ ഭൂരിപക്ഷം. അതിൽ വലിയ ഭൂരിപക്ഷമുള്ളവർ 33,000, അതുപോലെ തന്നെ അതിന് താഴെയും അതുപോലെ തന്നെ ഉള്ള ഒരുപാട് സ്ഥാനാർത്ഥികൾ വിജയിച്ചിട്ടുണ്ട്. ഒരു ലോക്സഭയിലോ നിയമസഭയിലോ ഒക്കെ ഉള്ള ഭൂരിപക്ഷം പോലെയാണ് മലപ്പുറം ജില്ലാ പഞ്ചായത്തിൽ UDFന്റെ ലീഡ് എന്നുള്ളതാണ്. മലപ്പുറം UDF കോട്ട എന്ന തലക്കെട്ടിലാണ് ആ റിപ്പോർട്ട് വന്നിട്ടുള്ളത്. മലപ്പുറത്തെ മുസ്ലിം ലീഗിന് ചരിത്ര വിജയം എന്ന തലക്കെട്ടിൽ സർക്കാരിന്റെ ജനദ്രോഹ നയങ്ങൾക്ക് ജനം തിരിച്ചടി നൽകി അബ്ബാസ് അലി ശിഹാബ് തങ്ങൾ. LDF അധികാരത്തിൽ നിന്ന് ഇറങ്ങിപ്പോകണമെന്ന തലക്കെട്ടിൽ PMA സലാം സാഹിബിന്റെ റിപ്പോർട്ട്. ജില്ലയിലെ ജനങ്ങൾ കണക്ക് തീർത്തു, രാഷ്ട്രീയ പ്രബുദ്ധത തെളിയിച്ചു P. അബ്ദുൽ ഹമീദ്. ഇടതു ദുർഭരണത്തിനും ഏകാധിപത്യത്തിനും എതിരെ പ്രതിഷേധം അലയടിച്ചു UDF. മലപ്പുറം നഗരസഭയ്ക്ക് വോട്ടർമാരുടെ അംഗീകാരവും എന്ന തലക്കെട്ടിൽ. കോട്ടക്കൽ നഗരസഭയിൽ കോട്ട കെട്ടി UDF. കൃത്യമായി തന്നെ അന്നത്തെ റിപ്പോർട്ട് നമ്മൾ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടതുണ്ട്. അതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ എത്തിക്കുന്നത്. തിരിച്ചടി നൽകി തിരിച്ചു വന്നു, ചരിത്രമെഴുതി UDF. കേരളത്തിന്റെ രാഷ്ട്രീയ മനസ്സ് UDFനൊപ്പം. എറണാകുളം ചുവന്നില്ല, ചന്ദ്രകല തെളിഞ്ഞു. കിഴക്കിന്റെ വെനീസിൽ കരുത്തുകാട്ടി മുസ്ലിം ലീഗ്. തലസ്ഥാനത്ത് ഉയർന്ന ഭൂരിപക്ഷം മുസ്ലിം ലീഗിന്റെ സജീന ടീച്ചർക്ക്. തലസ്ഥാനത്ത് ഉയർന്ന ഭൂരിപക്ഷം ലഭിച്ച മുസ്ലിം ലീഗിന്റെ സജീന ടീച്ചർക്ക്. 3 പതിറ്റാണ്ടിന് ശേഷം വാർഡ് തിരിച്ചുപിടിച്ച് ഷംന ടീച്ചർ. ജില്ലാ പഞ്ചായത്തിലെ റെക്കോർഡ് ഭൂരിപക്ഷവുമായി മുസ്ലിം ലീഗിന്റെ ശ്രീസ്മ ബാബുരാജ്. തലസ്ഥാനത്ത് മുസ്ലിം ലീഗിന്റെ അഭിമാനമായി മഹാണി ജസീം. അടാട്ട് പഞ്ചായത്ത് തിരിച്ചുപിടിച്ച് അനിൽ അക്കരെ. മുട്ടടയിൽ അട്ടിമറി താരമായി വൈഷ്ണ. പുതുപ്പള്ളിയും പാലായും UDFന്റെ കൈപ്പിടിയിൽ. ജോസ് കെ മാണിക്ക് തിരിച്ചടി. ഏകദേശം ഞാൻ ആ റിപ്പോർട്ട്, തദ്ദേശ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടിന്റെ ആ ഒരു കാതലാണ് ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിച്ചത്. ഏതായാലും കൃത്യമായി തന്നെ അതിന് എടുത്തു പറയാവുന്നത് ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോയിന്റുകളിൽ തന്നെയാണ്. 6ൽ 4 കോർപ്പറേഷനിലും UDF പിടിച്ചെടുത്തു. അതിൽ 2020 ഒരിടത്ത് മാത്രമാണ് UDFന് ആധിപത്യം ഉണ്ടായിരുന്നത്. മുനിസിപ്പാലിറ്റി 54 പിടിച്ചെടുത്തപ്പോൾ 2020 അത് 41 മാത്രമാണ് ഉണ്ടായിരുന്നത്. ബ്ലോക്ക് പഞ്ചായത്ത് 79 പിടിച്ചെടുത്തപ്പോൾ 2020 38 മാത്രമാണ് ഉണ്ടായിരുന്നത്. ജില്ലാ പഞ്ചായത്ത് 7 ഉള്ളതിൽ 2020 3 മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. 4 പിടിച്ചെടുത്തു, അപ്പോൾ മൊത്തം 7. ഗ്രാമപഞ്ചായത്ത് 505 പിടിച്ചെടുത്തു. അത് 2020 321 മാത്രമാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ കൃത്യമായും ഒരു മുസ്ലിം ലീഗിന്റെ പ്രവർത്തകൻ എന്നുള്ള നിലക്ക്, ഒരു SUവിൻ്റെ ഒരു സംഘാടകൻ എന്നുള്ള നിലക്ക്, ഒരു എളിയ സംസ്ഥാന ഭാരവാഹി എന്നുള്ള നിലക്കും കൃത്യമായി തന്നെ 2025 ഏറ്റവും അഭിമാനിക്കാനുള്ള, ഏറ്റവും സന്തോഷം നൽകുന്ന ഒരു വർഷമായിരുന്നു ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് എന്നുള്ളത്. അടിവരയിട്ട് പറയുന്ന പ്രിയപ്പെട്ട തങ്ങളുടെ വാക്കുകൾ കടമെടുക്കുമ്പോൾ, നിങ്ങൾ ജയിച്ചതല്ല, ജയിപ്പിച്ചതാണ് നിങ്ങളെ എന്ന് ജനപ്രതിനിധികളോട് പ്രിയപ്പെട്ട തങ്ങൾ പറഞ്ഞ വാക്കുകൾ അടിവരയിടുകയാണ്.
കൃത്യമായി തന്നെ UDFനെ അധികാരത്തിൻ്റെ ആ തേര് തെളിയിച്ചുകൊണ്ട് അധികാരത്തിലേക്ക് ഏൽപ്പിച്ചത് കേരളത്തിലെ ഞാനടക്കമുള്ള ഓരോ വോട്ടറുമാണ് എന്നുള്ളത് അഭിമാനത്തോടെ നമുക്ക് പറയാം. കാരണം കൃത്യമായും തന്നെ ഈ നീണ്ട 9 വർഷത്തിൻ്റെ ആ ഒരു ഭരണം കൃത്യമായി സാധാരണക്കാരിൽ ദുരിതം കൊണ്ട് അവർ പൊറുതിമുട്ടി എന്നതുകൊണ്ട് തന്നെ ഒരു തിരിച്ചുവരവ് UDFൻ്റെ ഒരു തിരിച്ചുവരവ് കേരളത്തിലെ മുഴുവൻ വോട്ടർമാരും പ്രതീക്ഷിക്കുന്നുണ്ട് എന്നുള്ളത് ഇതിൻ്റെ ഒരു പ്രതിഫലനമാണ് കൃത്യമായി UDF ആധിപത്യത്തിൽ ഈ കേരളത്തിലുണ്ടായ വൻ വിജയം. ഏതാണ്ട് എല്ലാം ഞാൻ പോയിന്റ് എടുത്ത് പറഞ്ഞു എന്ന് പ്രതീക്ഷിക്കുകയാണ്. അപ്പോൾ ഞാൻ ഏറ്റവും അടിവരയിട്ട് പറയുന്നത് വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് കൃത്യമായി തന്നെ ഞങ്ങൾക്ക് പെരിന്തൽമണ്ണക്കാർക്കൊക്കെ അഭിമാനമാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ വെറും 38 വോട്ടിന് മാത്രം വിജയിച്ച ആ ഒരു കാലഘട്ടത്തിൽ 10,000-ലധികം വോട്ടിൻ്റെ ഒരു ഭൂരിപക്ഷമാണ് ഈ ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ പെരിന്തൽമണ്ണയിൽ ഉണ്ടായിട്ടുള്ളത്. ഏതായാലും വൻ ഭൂരിപക്ഷത്തോടു കൂടെ തന്നെ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പെരിന്തൽമണ്ണ നിയോജക മണ്ഡലത്തിൽ വലിയ മുന്നേറ്റം നടത്താൻ മുസ്ലിം ലീഗിനും അതോടൊപ്പം തന്നെ UDFനും സാധിക്കുമെന്ന കാര്യത്തിൽ തർക്കമില്ല എന്നുകൂടി സമയത്ത് അടിവരയിടുകയാണ്. ഏതായാലും 2025 കടന്നുപോയപ്പോൾ ഏറ്റവും സന്തോഷ നിമിഷങ്ങൾ ഈ രാഷ്ട്രീയ ജീവിതത്തിൽ ഏറ്റവും സന്തോഷ നിമിഷങ്ങൾ സമ്മാനിച്ച ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ നമുക്ക് എത്താൻ പറ്റുന്നിടത്തൊക്കെ പ്രചരണത്തിലും മറ്റുമൊക്കെ പങ്കെടുക്കാൻ കഴിഞ്ഞ, അതുപോലെ തന്നെ ഏറ്റവും സന്തോഷകരമായ ഒരു തെരഞ്ഞെടുപ്പിൻ്റെ ഫലം കണ്ട പ്രിയപ്പെട്ട വോട്ടർമാരോട് എങ്ങനെ നന്ദി പറയണമെന്ന് അറിയാത്ത ഒരു അവസ്ഥയുള്ള ഒരു കാലഘട്ടത്തിൽ ഏറ്റവും അഭിമാന സ്തംഭമായി നിൽക്കുന്ന UDFൻ്റെ കാലഘട്ടത്തിൽ മുസ്ലിം ലീഗിന് ഏറ്റവും അഭിമാന സ്തംഭമായി നിൽക്കുന്ന മുസ്ലിം ലീഗിൻ്റെ ഈ കാലഘട്ടത്തിൽ ഒരു എളിയ പ്രവർത്തകനായി ഈ സംഘടനയ്ക്ക് കീഴിൽ അണിനിരക്കാൻ കഴിഞ്ഞു എന്നുള്ളത് ഹൃദയത്തിൽ നിന്നുള്ള അടിത്തട്ടിൽ നിന്നുള്ള 1000 നന്ദിയും കടപ്പാടും പ്രിയപ്പെട്ട നേതാക്കൾക്കും പ്രിയങ്കരായ നമ്മുടെ പ്രവർത്തകർക്കു മുമ്പിലും അവതരിപ്പിക്കുകയാണ്. നമുക്ക് കരുത്തേകാൻ മുസ്ലിം ലീഗ് പാർട്ടിക്ക് കരുത്തേകാൻ പണക്കാട് കുടുംബം മുന്നിലുണ്ടപ്പോൾ പണക്കാട് കുടുംബം നമുക്ക് മുന്നിലുള്ള കാലത്തോളം കാലം നമുക്ക് വലിയ വിജയത്തോടു കൂടി മുന്നേറാൻ സാധിക്കുമെന്ന കാര്യത്തിൽ തർക്കമില്ല. പടച്ച തമ്പുരാൻ അതിനവസരം നൽകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് വരുമാൻ പോകുന്ന തിരഞ്ഞെടുപ്പും വലിയ മുന്നേറ്റം നടത്താൻ മുസ്ലിം ലീഗിനും അതോടൊപ്പം തന്നെ UDFനും സാധിക്കട്ടെ. വൻ തിരിച്ചുവരവ് നടത്തി UDFൻ്റെ നേതൃത്വത്തിലുള്ള ഒരു ഭരണം ഇവിടെ കേരളത്തിൽ ഉണ്ടാവട്ടെ എന്ന് പ്രത്യാശിച്ചുകൊണ്ടും ആശംസിച്ചുകൊണ്ടും ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. ചെറിയ തെറ്റുകളൊക്കെ സംഭവിച്ചിട്ടുണ്ടാകും എങ്കിൽ കൂടി ഞാൻ എൻ്റെ വിലയിരുത്തലുകൾ പത്രമാധ്യമങ്ങളിൽ നിന്ന് ലഭിച്ച വിലയിരുത്തലും അതുപോലെ തന്നെ നമുക്കറിയുന്ന കാര്യങ്ങളുമാണ് നിങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിച്ചത്. ഏതായാലും നല്ലൊരു മുന്നേറ്റമാണ് ഈ 2025 UDFന് അതോടൊപ്പം തന്നെ മുസ്ലിം ലീഗിന് ലഭിച്ചത് എന്നുള്ളത് ആത്മാഭിമാനത്തോടെ ഒരു മുസ്ലിം ലീഗുകാരൻ എന്നുള്ള നിലയിൽ വളരെ സന്തോഷത്തോടെ നിങ്ങൾക്ക് മുമ്പിൽ എത്തിക്കാൻ കഴിഞ്ഞത് വളരെ അഭിമാനമായി കണക്കാക്കുന്നു. ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ജയ് മുസ്ലിം ലീഗ്, ജയ് UDF.